ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ഒരു തലത്തിലാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇരുപക്ഷങ്ങളും യുദ്ധത്തിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള സാധ്യതകളിലേക്ക് രണ്ടുപേരും യാതൊരു തരത്തിലുള്ള ചുവടുവയ്പും നടത്തിയിട്ടില്ല. ലോകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീക്കം, അതായത് സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ സമാധാന ചർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്കയാകട്ടെ, റഷ്യയാകട്ടെ, ചൈനയാകട്ടെ, സൗദി, UAE, ഇന്ത്യ, ടർക്കി, പിന്നെ വേറെ പാകിസ്ഥാൻ, ഇതുപോലൊരു രാജ്യങ്ങളും തന്നെ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേലും ഇറാനും തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമാണ്. എപ്പോഴും മുസ്ലിം സോളിഡാരിറ്റിക്ക് വേണ്ടി മുറവിളി ഓട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ് നയം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണെന്ന് കൂടെ നമുക്കറിയാം. പാകിസ്ഥാൻ ആരുടെ പക്ഷത്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനും സാധിക്കത്തില്ല. പക്ഷേ മറ്റേത് രാജ്യവും നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം നമുക്ക് ചൈനയുടെ കാര്യം, റഷ്യയുടെ കാര്യമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇറാൻ്റെ പക്ഷത്തായിരിക്കാം പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ തന്നെയും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് ഇറാൻ്റെ പക്ഷത്തായിരിക്കും അല്ലെങ്കിൽ ഇറാൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ടർക്കിയെപ്പോലും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇറാനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക്. ഇസ്രായേലെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ പ്രത്യക്ഷമായിട്ട് കുറവാണ്. എന്നാലും ടർക്കി നാറ്റോ മെമ്പറാണ്. തീർച്ചയായിട്ടും ഇറാനെ എത്രത്തോളം ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിനും നമുക്ക് കൃത്യതയില്ല. എന്നാലും പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടുമേ തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള തീർപ്പും കൽപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാൻ്റെ ഒരു ജനറൽ, അതായത് IRGC കമാൻഡറും അതുപോലെ തന്നെ ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലൊക്കെ മെമ്പറായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്, ഇസ്രായേൽ ഇറാനെതിരെ അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ തിരിച്ച് ഇസ്രായേലിനെതിരെ ആറ്റം ബോംബ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള അഷുറൻസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇറാൻ്റെ ഒരു പ്രധാന ടോപ്പ് കമാൻഡറായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ജനറൽ മോ മൊഷൻ റൊസായി എന്നാണ്. കൃത്യമായിട്ട് നമുക്ക് സ്പെല്ല് ചെയ്യാറില്ല. മോഷൻ റൊസായി അവരുടെ IRGC റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു കമാൻഡറാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, നമ്മുടെ അവരുടെ രാജ്യത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി, നമ്മുടെ ഇപ്പം ഇന്ത്യയിലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിലുള്ളൊരു സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പോൾ അതിലെയും കൂടെ മെമ്പറാണ് ഈ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാനിയൻ ടെലിവിഷനിൽ നടന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ വാറിൻ്റെ ഭാഗമായിരിക്കാം, മനസ്സിലല്ലോ. അതൊക്കെ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ എനിമിയെ നമ്മൾ ഡിമോറലൈസ് ചെയ്യാനൊക്കെ ഏത് രാജ്യവും ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റും പ്രസ്താവനകളും ഒക്കെ തന്നെ ഇറക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷേ പാകിസ്ഥാൻ അത് നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും നമുക്കറിയാൻ സാധിക്കും. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ അങ്ങനെയുള്ളൊരു ക്ലെയിമൊന്നും അവകാശങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള അഷുറൻസ് ഇറാന് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്ലാമാബാദ് ഓപ്പൺലി ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇസ്രായേലുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ, ഓപ്പൺലി. പക്ഷേ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് വളരെ ഊഷ്മളമായിട്ടുണ്ട്. അമേരിക്ക പാകിസ്ഥാനെ കൂടുതൽ സഹായങ്ങളൊക്കെ നൽകി പലതരത്തിലുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിലും ഓപ്പറേഷൻ സിന്ധുവിൽ പാകിസ്ഥാന് വലിയ പരിക്കുകൾ പറ്റാതെ ഒരുപക്ഷെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ കോൺഫ്ലിക്റ്റിനൊരു അന്ത്യം കുറിച്ചത് നമുക്കറിയാൻ സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാനിൽ ഇപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം, അവരുടെ ജിയോ പൊളിറ്റിക്സിന് വേണ്ടി പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അറിവ് എന്തൊരു അമേരിക്കയ്ക്ക് ഉണ്ടാകുമായിരിക്കുമല്ലോ. കാരണം അമേരിക്ക അറിയാതെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇസ്രായേലിൻ്റെ ആയുധങ്ങളും സിസ്റ്റവും എല്ലാം തന്നെ അമേരിക്കയുടെ പിന്നെ മിഡിൽ ഈസ്റ്റ് സംവിധാനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പെൻറ്റഗൻ്റെ ഗ്ലോബൽ സംവിധാനങ്ങളുമായിട്ടോ എല്ലാം ഡീപ്ലി ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക അറിയാതെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ഒരിടത്തും നടക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതിലായിക്കട്ടെ. അപ്പം അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാകിസ്ഥാനെ കൂടുതൽ ഇപ്പോൾ സൂചിപ്പിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കൂടുതൽ
സൗഹൃദമായിട്ട് പാകിസ്ഥാനോട് പെരുമാറുകയും പാകിസ്ഥാന് ചില വിട്ടുവീഴ്ചകൾ നൽകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പം ഓപ്പണായിട്ട് പാകിസ്ഥാൻ ഇറാനോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അണുവായുധം പ്രയോഗിക്കാൻ അതങ്ങനെ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പാകിസ്ഥാൻ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. ഇത് ഇറാൻ്റെ ഒരു ടോപ്പ് ഒഫീഷ്യലാണ് ഈ ഒരു ക്ലെയിം അവകാശം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഇസ്രായേൽ ഇറാനെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇസ്രായേലിൻ്റെ മുകളിൽ ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്തും അല്ലെങ്കിൽ നടത്താൻ തയ്യാറാണ് എന്നുള്ളൊരു പിന്നെ പ്രസ്താവന ഇറാൻ്റെ ഒരു ടോപ്പ് ചാനലിൽ പറയുകയും ഇസ്ലാമാബാദ് അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് പെട്ടെന്ന് തന്നെ അത് ഡിനേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്: ഇസ്രായേൽ ഇറാൻ്റെ മുകളിൽ അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇറാനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇസ്രായേലിനെതിരെ അണുവായുധം ഉപയോഗിച്ച് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിലുമാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ മുഹമ്മദ് ആസിഫ് ഈ പറഞ്ഞ ക്ലെയിം, ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ക്ലെയിം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ അതിനെ ഡിനേ ചെയ്യുകയും ഇസ്ലാമാബാദ് അല്ലെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെയുള്ളൊരു പ്രസ്താവന അഷുറൻസ് ഇറാന് കൊടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മുന്നിലോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ശരി. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ അഷുറൻസ് ഇറാൻ എന്തോരം കൊടുക്കാൻ സാധ്യതയില്ല. കാരണം പാകിസ്ഥാനും ഈ ഓപ്പണായിട്ട് ഇറാനോടൊപ്പമാണെന്ന് പറയുമ്പോൾ തന്നെയും പാകിസ്ഥാൻ ആരുടെ പക്ഷത്തായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇറാൻ്റെ പക്ഷത്തേക്ക് പോകാൻ താല്പര്യം കാണിച്ചു കഴിഞ്ഞാലും എന്തുമാത്രം സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അത് പാകിസ്ഥാൻ എന്തായാലും ഇറാൻ അങ്ങനെയുള്ള അഷുറൻസ് കൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം അത് നമുക്ക് നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്സ് അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഓപ്പണായിട്ടൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യാം. അതാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂക്ലിയർ റിട്ടാലിയേഷൻ നടത്താൻ ഉള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള അഷുറൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇറാൻ ഓപ്പൺ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ. അപ്പോൾ ഇറാനോടൊപ്പമാണ് അല്ലെങ്കിൽ ഇറാനോടൊപ്പം നിൽക്കും എന്നുള്ളൊരു അഷുറൻസ് ഒക്കെ പാകിസ്ഥാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കാരണം മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ജൂയിഷ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെയുള്ള ഒരു സ്റ്റാൻഡാണ്, ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡാണ്, ഓപ്പണായിട്ടുള്ള സ്റ്റാൻഡാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം ജൂൺ 14 പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അവരുടെ നാഷണൽ അസംബ്ലി പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായി നിലകൊള്ളണം, അല്ലെങ്കിൽ ഇറാൻ്റെയും പാലസ്തീൻ്റെയും ഒക്കെ തന്നെ അനുഭവങ്ങളായിരിക്കും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേൽ യമനെയും പലസ്തീനെയൊക്കെ യമൻ, പലസ്തീൻ, ഇറാൻ ഇതിനെയൊക്കെ ടാർഗറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഇപ്പം ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ഔട്ട്കം, റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. ഇസ്രായേൽ, അമേരിക്കൻ, UK, അതായത് നേറ്റോ, ആക്സിസ് ശക്തികൾ വിചാരിക്കുന്നത് പോലെ ഇറാൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തത് ആരെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അതിനകത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ലോങ് ടേം ജിയോ സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് നമുക്ക് പാകിസ്ഥാൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയൊരു മീഡിയ കോൺഫറൻസിലോ അല്ലെങ്കിൽ പ്രസ് മീറ്റിങ്ങിലോ ഇറാനോടൊപ്പം തന്നെ പാകിസ്ഥാനെ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമുക്ക് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയാണെന്നറിയില്ല. കാരണം ഇപ്പോഴത്തെ നില നോക്കിയിട്ട്
രണ്ട് രാജ്യങ്ങളും ശക്തമായിട്ടുള്ള അക്രമവും ആക്രമണവും പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തിനും പ്രത്യേകിച്ചുള്ള ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഡോമിനൻസ് മറ്റു രാജ്യത്തിൻ്റെ മുകളിൽ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ നടത്തുന്നത് പോലെ തന്നെ അതിലും ശക്തമായിട്ടുള്ള പ്രഹരം ഇറാൻ ഇസ്രായേലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇസ്രായേലിനകത്ത് പല ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾക്കും വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് നിൽക്കുന്നതായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം. കാരണം ജനങ്ങളുടെ ജീവൻ, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ ആരുടെ തന്നെ ആയാലും ശരി, കുട്ടികളായാലും സ്ത്രീകളായാലും അതുപോലെ തന്നെ എല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. കാരണം ഇരു രാജ്യത്തുള്ള ഏത് രാജ്യത്തുള്ള ആം, മനുഷ്യരായാലും ശരി, അവരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ വീടും കുടുംബവും അല്ലേ, ജീവനും ഒന്നും നഷ്ടപ്പെടരുത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധം ഒരു എന്താണ് പറയുന്നത്, അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. യുദ്ധം എത്രയും വേഗം നിൽക്കട്ടെ, കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ഈ യുദ്ധം അവസാനിക്കട്ടെ. പക്ഷേ അതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും ശക്തമായിട്ടുള്ള അറ്റാക്കും കൗണ്ടർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പാകിസ്ഥാന് ഉള്ള ആശങ്ക നമുക്ക് തീർച്ചയായിട്ടും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം ഇറാൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇറാനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ഇസ്രായേൽ അമേരിക്കൻ ആക്സിസിൻ്റെ ടാർഗറ്റ് എന്തായിരിക്കും എന്നുള്ളത് പാകിസ്ഥാൻ അതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. കാരണം അവരുടെ എല്ലാം പിന്നെ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇത് തന്ത്രപരമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റിൽ അതെല്ലാം കൃത്യമായിട്ട് നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളതാണ് എന്നുള്ളതിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആശങ്ക പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്തായാലും ഓപ്പണായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ബിഹൈൻഡ് ദ സീനിൽ അല്ലെങ്കിൽ കർട്ടന് പുറത്തൂടെ അവർ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ട് അമേരിക്ക പറയുന്നതനുസരിച്ച് മാത്രമേ അവർക്ക് ചേ- അമേരിക്ക പറയുന്നതനുസരിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പാകിസ്ഥാന് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു, മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇസ്രായേലിനെ എതിർക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജൂയിഷ് നേഷനായിട്ടുള്ള അല്ലെങ്കിൽ ജൂയിഷ് കൺട്രിയായിട്ടുള്ള ഇസ്രായേലിനെതിരെ നമുക്കൊരു കൂട്ടായിട്ടുള്ളൊരു തന്ത്രം മെനയുന്നതിന് വേണ്ടി OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയൊക്കെ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. കാരണം പാകിസ്ഥാൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്ന് പറയുന്നു, ഉണ്ടെന്നാണ് പൊതുവെയുള്ള ധാരണ. അപ്പോൾ അത് ലോകത്തിന് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു അറിവില്ല. പക്ഷേ അവർ ഇതുവരെ അവർ ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇസ്രായേലിന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്ന്. പക്ഷേ ഇസ്രായേൽ അവിടെ നിന്നൊക്കെ മോട്ടിച്ച് തീർച്ചയായിട്ടും ന്യൂക്ലിയർ വെപ്പൺസ് കൈക്കലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അവരത് ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ അത് നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ആർസണൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ അവരുടെ ഒരു ഡോക്ട്രിൻ അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രം നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു രാജ്യങ്ങളെ പ്രത്യേകിച്ച് നമുക്കറിയാം, പണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാമിനെ ഇസ്രായേൽ 1950-കളിൽ ഇതുപോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്തതാണ്. കാരണം ഈ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം ഇറാനല്ല ഇറാഖ് ആരംഭിച്ചെങ്കിൽ തന്നെ അത് ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല. അവർ പീസ്ഫുള്ളായിട്ടുള്ള ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഊർജ്ജത്തിന് വേണ്ടി. പക്ഷേ അതുപോലും ഇസ്രായേൽ മുളയിലെ നുള്ളി കളയുകയായിരുന്നു. അന്ന് ആ റിയാക്ടേഴ്സ് എല്ലാം ഇസ്രായേൽ പിന്നെ അടിച്ച് കളഞ്ഞു, ന്യൂട്രലൈസ് ചെയ്തെന്നുള്ളൊരു വാർത്ത നമുക്ക് പുറമോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഡിറ്ററൻസ് ആണ്. ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക, ശത്രുക്കളെ പേടിപ്പിക്കുക, പ്രിയംറ്റീവ് ആയിട്ടുള്ള സ്ട്രൈക്ക് എടുത്ത് മുന്നേ കൂട്ടി മറുഭാഗത്തു നിന്ന് പ്രൊവോക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ മുന്നേ കൂട്ടി ആക്രമിക്കുക. അതുപോലെ തന്നെ കൗണ്ടർ പ്രൊളിഫറേഷൻ, അതായത് ന്യൂക്ലിയർ വെപ്പൺസ്, ന്യൂക്ലിയർ ആയുധങ്ങൾ, അണുവായുധങ്ങൾ പെരുകുന്നതിനെ തടയുക എന്നുള്ളതാണ് ഈ ഇസ്രായേലിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ അഡ്വേഴ്സറീസ് എന്ന് പറയുന്ന അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ്, ഈവൻ സൗദി അറേബ്യ, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ എപ്പോൾ ഇസ്രായേലിനെതിരെ തിരിയുന്ന ഇസ്രായേൽ
ഇസ്രായേലിന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ന്യൂക്ലിയർ കപ്പാസിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ, അണുവായുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പോളിസി. അപ്പോൾ അതിനവർ മറുഭാഗത്തു നിന്നുള്ള പ്രൊവോക്കേഷൻ ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ കടന്നു ചെന്നിട്ട് അവരുടെ ഈ പറഞ്ഞ പ്രോഗ്രാംസിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇറാഖിൻ്റെ അനുഭവത്തിൽ കൂടെയും ഇറാൻ്റെ അനുഭവത്തിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിൻ്റെ കയ്യിലും അണുവായുധങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എവിടെ ഒരു ടാർഗറ്റ് ആകുമോ എന്നുള്ളൊരു ആശങ്ക പാകിസ്ഥാൻ ഉണ്ട്. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് അത് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസിന് വളരെ ഓപ്പണാണ്, ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് പീസ്ഫുൾ ആയിട്ടുള്ള അവരുടെ എനർജി പർപ്പസിന് വേണ്ടിയാണ് അവരത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. എനർജി പ്രൊഡക്ഷൻ, അതുപോലെ മെഡിക്കൽ റിസർച്ച്. കാരണം ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല ന്യൂക്ലിയർ എന്താണ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പീസ്ഫുൾ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എനർജി പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ, മെഡിക്കൽ റിസർച്ച്, അങ്ങനെ മറ്റു പല നിരവധി ഉപയോഗങ്ങൾ അതിനുണ്ട്. അതുപോലെ തന്നെ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റ് ചെയ്യുന്ന NPT അവർ സിഗ്നാറ്ററി ആണ്. പക്ഷേ ഇസ്രായേൽ അതിൽ സിഗ്നാറ്ററി അല്ല, ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു രാജ്യമാണ് എന്നുള്ള കാര്യം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇസ്രായേൽ NPT നിന്ന് ഒപ്പിട്ടില്ല. പക്ഷേ അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ NPT ഒപ്പിടാത്തതുകൊണ്ട് ഇസ്രായേൽ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് അല്ല, പക്ഷേ ഇറാൻ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറാൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റിനെ കുറിച്ചും ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ചുമൊക്കെ വെസ്റ്റേൺ പവേഴ്സും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയൊക്കെ തന്നെ ആശങ്ക സ്ഥിരമായി പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യം വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നിശബ്ദത പാലിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇറാൻ്റെ ഒരു ടോപ്പ് കമാൻഡറാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാൻ അത് പെട്ടെന്ന് തന്നെ ഡിനൈ ചെയ്യുകയും അതിനകത്തിൽ അങ്ങനെ യാതൊരു അഷുറൻസ്, ഉറപ്പ് ഇറാന് പാകിസ്ഥാൻ കൊടുത്തിട്ടില്ല എന്നും പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ അത് പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തിലെ സത്യങ്ങൾ നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ ഓപ്പണായിട്ട് ഇറാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദത്തിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഏത് രീതിയിലായിരിക്കും ഏത് രീതിയിലുള്ള നിലപാടുകളാണ് കൈക്കൊള്ളാൻ പോകുന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിനല്ല പാകിസ്ഥാനും ഇറാൻ തമ്മിൽ കഴിഞ്ഞ വർഷം ഒരു ചെറിയ ഒരു കോൺഫ്ലിക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിസൈലുകൾ അയച്ചൊരു കളികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനും ഇറാനും തമ്മിൽ അത്ര വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഒരു നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻ അല്ല. രണ്ട് രാജ്യങ്ങളും ഏകദേശം ഒരേ തട്ടിൽ തന്നെ നിലനിർത്താൻ പറ്റുന്ന രണ്ട് ശക്തികളാണ്. പിന്നെ ഇരു രാജ്യങ്ങളും ഏകദേശം മോറോർലെസ് സെയിം പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ബോർഡർ അത്ര പരസ്പരം ഡിസഗ്രിമെൻറ്റുള്ള ഒത്തിരി ഏരിയാസ് ഉണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ. അത്ര ഊഷ്മളമായിട്ടുള്ള ബന്ധമല്ല പാകിസ്ഥാനും ഇറാനും തമ്മിൽ പറഞ്ഞാൽ. അതിനല്ല ഈ രണ്ട് രാജ്യങ്ങളും പിന്നെ ജിയോ പൊളിറ്റിക്കലി രണ്ട് തട്ടുകളിലായിട്ട് നിൽക്കുന്ന, ഇപ്പം ചൈനയും ഇറാനും തമ്മിൽ ശക്തമായിട്ടുള്ള ബന്ധമാണ്, ചൈനയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ പാകിസ്ഥാനും ഇറാനും തമ്മിൽ അത്രയ്ക്ക് ഊഷ്മളമായിട്ടുള്ള ബന്ധമല്ല. ഇതാണ് ജിയോ പൊളിറ്റിക്സിൻ്റെ പ്രത്യേകതയും കോൺട്രാഡിക്ഷനും നമ്മൾ പറയുന്നത്. മനസ്സിലായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ നമുക്കറിയില്ല. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അങ്ങനെ അഷുറൻസ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് അത് ഒരു പക്ഷേ പാകിസ്ഥാനെ ഈ ഒരു ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയും തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഒരു ശത്രുത പാകിസ്ഥാൻ്റെ എതിരെ തിരിക്കാനൊക്കെ വേണ്ടിയുള്ളൊരു ശ്രമം കൂടെ ആയിരിക്കാം. സൈക്കോളജിക്കൽ വാറായിരിക്കും ഇതെല്ലാം സൈക്കോളജിക്കൽ വാറാണ്, പ്രൊപ്പഗണ്ട വാറാണ് മാത്രമാണ് അതിലെ സത്യാവസ്ഥകൾ നമുക്കിപ്പോൾ അറിയത്തില്ല. അല്പം കൂടെ കാലം മുന്നോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ നിലനിൽക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകിച്ച് ഇതുപോലുള്ള തന്ത്രപരമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പാകിസ്ഥാനുള്ള അഷുറൻസ് ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാനുള്ള. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.